50 ലക്ഷത്തിലേറെ വരും അഹമ്മദാബാദിലെ ജനസംഖ്യ. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരങ്ങളിൽ 5ാം സ്ഥാനത്താണ് അഹമ്മദാബാദ്. ആ നഗരത്തിന് മുകളിലേക്കാണ് 242 യാത്രക്കാരുമായി പോയ എയർ ഇന്ത്യ AI-171 ബോയിങ് 7878 ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത്. മേഘാനിഗറിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ മെസ് ഹാളിന് മുകളിലേക്കും വിമാനത്തിന്റെ വലിയൊരു ഭാഗം വന്നു വീണു. അപ്പോൾ അവിടെ ഉച്ചഭക്ഷണത്തിന്റെ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും ഏറെ ഉണ്ടായിരുന്നു ആ സമയം. കൊല്ലപ്പെട്ടവരിൽ വിമാനത്തിലുണ്ടായിരുന്നവരും കെട്ടിടത്തിലുള്ളവരും ഉൾപ്പെട്ടതോടെയാണ് മരണസംഖ്യ ഇങ്ങനെ കുതിച്ചുയരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അഹമ്മദാബാദിൽ സംഭവിച്ചത് നോക്കാം. വിമാനം 1:38 അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം അത് മുകളിലേക്ക് പോകുന്നു. തൊട്ടു പിന്നാലെ തന്നെ അതിൻ്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു. അതിൻ്റെ മേഡേ സന്ദേശം പോവുകയാണ് ATCക്ക്. തൊട്ടു പിന്നാലെ തന്നെ അത് ക്രാഷ് ലാൻഡ് ചെയ്തതാണ് നമ്മൾ കാണുന്നത്. കറക്റ്റ് 1:39 പോകുന്നു. 1:40 ATCക്ക് സന്ദേശം ലഭിക്കുന്നു. പൈലറ്റുമായുള്ള കണക്ഷൻ നഷ്ടപ്പെടുന്നു. 40 ആകുമ്പോഴത്തേനും അത് ഉയർത്താൻ ശ്രമിക്കുന്നു. പിന്നീട് ആ വിമാനം ഇടിച്ച് BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിന് സമീപം തകർന്ന് വീണതാണ് ഇതുവരെ നമുക്കറിയാൻ കഴിയുന്ന സംഭവങ്ങളൊക്കെ. നമുക്ക് ഇനി ഈ വിമാനത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് പോവുകയാണ്. ബോയിങ് 7878 വിമാനത്തിൻ്റെ പ്രത്യേകതകളിലേക്ക്. ഈ വിമാനം അറിയപ്പെടുന്നത് തന്നെ ഡ്രീം ലൈനർ എന്നാണ്. ഇതിൻ്റെ നിർമ്മാതാവ് ബോയിങ് കൊമേഴ്സ്യൽ എയർപ്ലെയിൻസ് ആണ് വിമാനത്തിൻ്റെ നിർമ്മാതാവ്. 2009 ഡിസംബർ 15 ഇതിൻ്റെ ആദ്യ പറക്കൽ വരുന്നത്. വിമാനം ആദ്യമായി പറക്കുന്നത് 2009 ഡിസംബർ മാസം 15 ഇനി ഇതിൻ്റെ യാത്ര തുടങ്ങിയത് 2011 ഒക്ടോബർ 26 വിമാനത്തിൻ്റെ, അതായത് ബോയിങ് വിമാനത്തിൻ്റെ മറ്റ് വേരിയൻറ്റുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. അത് ഒന്ന് 7878 വേരിയൻറ്റ്, 7879 വേരിയൻറ്റ്, ഒപ്പം 787-10 വേരിയൻ്റ് ആണ്. ഇതിൽ അപകടത്തിൽപ്പെട്ടത്, അതായത് ഇന്നലെ അഹമ്മദാബാദിൽ തകർന്നു വീണത് ഈ 7878 വേരിയൻ്റ് ആണ്. ഇതിൻ്റെ മറ്റു പ്രത്യേകതകളിലേക്ക് പോയാൽ വിമാനത്തിൻ്റെ ഉയരത്തിൽ നിന്നും തുടങ്ങാം നമുക്ക്. വിമാനത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 186 അടിയാണ്. അതായത് 56.7 മീറ്ററാണ് ഈ വിമാനത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഇനി വിങ് സ്പാൻ എന്ന് വെച്ചാൽ ചിറകിൻ്റെ, ആ വിമാനത്തിൻ്റെ ചിറകിൻ്റെ വിസ്താരം. ആ വിസ്താരത്തിലേക്ക് പോയാൽ അത് 197 അടി അഥവാ 60.1 മീറ്റർ. വിമാനത്തിൻ്റെ ഉയരം 55 അടിയാണ്, അതായത് 6 ഇഞ്ച്. 55 അടി 6 ഇഞ്ചാണ്, 16.9 മീറ്റർ. ഇനി അതിൻ്റെ ക്യാബിൻ വീതിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് 18 അടിയാണ്. 18 അടിയെ നമ്മൾ മീറ്ററിലേക്ക് വരുമ്പോഴത്തേനും 5.49 മീറ്റർ എന്ന് പറയാം. വിമാനത്തിൻ്റെ ഇരിപ്പിട ശേഷിയിലേക്ക് പോകാം. ബോയിങ് വിമാനത്തിൻ്റെ ഇരിപ്പിട ശേഷി 787-ൻ്റെ ഇരിപ്പിട ശേഷി എന്ന് പറയുന്നത് 242 യാത്രക്കാരാണ്. ഇതിൽ പരമാവധി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന യാത്രക്കാരുടെ എണ്ണം 296. അതിൽ 2 പൈലറ്റുമാർ ഉൾപ്പെടും. അതുപോലെ തന്നെ 7 മുതൽ 10 വരെ ക്യാബിൻ ക്രൂ അംഗങ്ങളും അടക്കം ഉൾപ്പെട്ടാണ് ഈ 296 ടോട്ടൽ പാസഞ്ചർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റ് പ്രത്യേകതകളിലേക്ക് വന്നാൽ ഇതൊരു വൈഡ് ബോഡി ഇരട്ട എൻജിൻ ജെറ്റ് വിമാനമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ദീർഘദൂര വിമാന സർവീസുമാണ് ഈ ബോയിങ് വിമാനം. അപകടത്തിൽപ്പെട്ട ബോയിങ് വിമാനം അപകടത്തിൽപ്പെട്ടല്ല, ഇതിൻ്റെ ഒരു സീരീസ്, ഈ ഡ്രീം ലൈനർ സീരീസ് തന്നെ ഈ ഒരു ദീർഘദൂര അന്താരാഷ്ട്ര വിമാന സർവീസാണ്. ഇതിൻ്റെ ടേക്ക് ഓഫ് ടൈം, ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 2,27,930 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്രൂസിംഗ് വേഗതയിലേക്ക് കിടക്കാം. ഇത് ക്രൂസിംഗ് വേഗത 900 km/h ആണ്. മണിക്കൂറിൽ 900 km വരെ വേഗത എടുക്കാൻ
എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒറ്റ പറക്കൽ പരിധി 13,530 കിലോമീറ്ററാണ്. അതായത് ദീർഘദൂരം ഇതിന് പറക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒറ്റ പറക്കൽ പരിധി 13,530 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇതൊരു ദീർഘദൂര എയർവൈസ് ആണെന്നാണ്. ഇനി ഈ വിമാനം ഉയർത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കാരണം സാധാരണ നമ്മൾ എപ്പോഴും പറയും വിമാനയാത്രകളാണ് നമ്മുടെ നോർമൽ യാത്രാ രീതികളിൽ നിന്നും ഏറ്റവും സേഫസ്റ്റ് എന്ന് പറയും. ബോയിങ് വിമാനം അതിൽ എടുത്തു പറയണം. അതിൻ്റെ ഡ്രീം ലൈനർ സീരീസ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു അപകടവും ഉണ്ടാക്കില്ല എന്ന് നിർമ്മാതാക്കൾ അടക്കം സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ് ബോയിങ് സീരീസ് എന്ന് പറയുന്നത്. പക്ഷേ ചില സുരക്ഷാ ഭീഷണികൾ അതിനുണ്ട്. അത് നേരത്തെയും ഉന്നയിക്കപ്പെട്ടതാണ്. അതിൽ പലതിലും അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വിമാനം ഉയർത്തുന്ന ആ സുരക്ഷാ ഭീഷണികൾ എന്നതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ബോയിങ് 787 ഡ്രീം ലൈനറിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ. അതിൽ ഒന്നാമത്തേത്, ഈ വിമാനത്തിൽ ഇതിനു മുൻപും പലയിടത്തും പുക വരികയും തീ പിടിക്കുകയും ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലിഥിയം അയൺ ബാറ്ററിയിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് 2013. ലോകത്ത് ബോയിങ് 787 വിമാനങ്ങൾ ഇതിനെയൊക്കെ തുടർന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തലാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ബാറ്ററി സംവിധാനത്തിലൊക്കെ മാറ്റം വരുത്തിയാണ് ആ സുരക്ഷാ പ്രശ്നത്തെ പരിഹരിക്കാനായി സാധിച്ചത്. 2024 ഈ ബോയിങ് എഞ്ചിനീയർ ആയിരുന്ന സാം സാൽഹെപൂർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് അതിന്റെ നിർമ്മാണത്തിൽ ഗുരുതരമായ ഷോർട്ട് കട്ടുകൾ സ്വീകരിച്ചു എന്ന്. അതായത് ഡ്രീം ലൈനറിന്റെ നിർമ്മാണ സമയത്ത് ഒരുപാട് ഗുരുതരമായ ഷോർട്ട് കട്ടുകളൊക്കെ സ്വീകരിച്ചു എന്നായിരുന്നു അദ്ദേഹം ഈ പറഞ്ഞിരുന്നത്, സാൽഹെപൂർ പറഞ്ഞത്. അങ്ങനെ വിമാനങ്ങൾ പഴകുമ്പോൾ അത് വലിയ ദുരന്തത്തിന് കാരണമാകാമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ, സാൽഹെപൂറിന്റെ ആരോപണങ്ങളിൽ ഇപ്പോഴും അന്വേഷണങ്ങൾ തുടരുകയാണ്. ഇനി നമ്മൾ ബോയിങ് ഡ്രീം ലൈനർ 787ൻ്റെ ഉൾവശം പരിശോധിക്കാൻ പോവുകയാണ്. എങ്ങനെയായിരിക്കും അതിൻ്റെ ഈ വിമാനത്തിൻ്റെ ഉള്ളിലെ ഒരു സെറ്റിംഗ്സ് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പരിശോധിക്കാനായി പോകുന്നത്. ഇതാണ് ആ വിമാനത്തിൻ്റെ ഉൾവശം. ഇതൊരു സാങ്കല്പിക ദൃശ്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിമാനത്തിൻ്റെ ഉൾവശത്തിൽ നമുക്ക് കാണാം ഓരോ ഭാഗങ്ങളും. അതിൻ്റെ ഗ്യാലെ എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഭക്ഷണം ലഭിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതിൻ്റെ ഷെയ്ഡ് മെയ്ഡ് മോണിറ്റർ കാണാൻ കഴിയുന്നുണ്ട്. ഡയപ്പർ മാറ്റുന്നതിനുള്ള ടേബിൾ സൗകര്യ ശുചിമുറിയുണ്ട്. അതിൻ്റെ ബാർ ഏരിയ ഉണ്ട്. ഈ മറ്റ് സീറ്റുകൾ ക്രമീകരണങ്ങളുണ്ട്. പിന്നോട്ട് ചാടാൻ കഴിയാത്ത സീറ്റുകൾക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ അവിടെയുണ്ട്. ഈ മൂവബിൾ പാർട്ടീഷൻ ഉണ്ട് ഒരു ഭാഗത്ത്. അത്യാധുനിക ശുചിമുറി സംവിധാനം എവിടെയാണ്. എമർജൻസി എക്സിറ്റ് ഡ്രോ സീറ്റ് ഉണ്ട്. വിൻഡോ സീറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. എമർജൻസി വാതിലുണ്ട്. ടോയ്ലറ്റ് ഉണ്ട്. അങ്ങനെ ആ വിമാനത്തിൻ്റെ ഉൾവശം കാണിക്കുന്ന ഒരു സാങ്കല്പിക ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആ ഒരു എമർജൻസി എക്സിറ്റ് വഴിയാണ് ഒരാൾ മാത്രം, ആ 242 പേരിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടത്. രമേശ് എന്ന് പറഞ്ഞ് ഇപ്പോഴും ചികിത്സയിലുള്ള വ്യക്തി മാത്രം രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതാണ് ആ ഒരു വിമാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന അതിൻ്റെ ഉൾവശം. ആ വിമാനത്തിൻ്റെ ഉൾവശം ഏറെക്കുറെ ഇങ്ങനെയായിരിക്കും. ഒരു സാങ്കല്പിക ദൃശ്യം അനുസരിച്ച് 3 ഡിഗ്രി ആംഗിളിലാണ് ഈ വിമാനം നോർമലി ടേക്ക് ഓഫ് ചെയ്യുക. കാരണം 1 മൈൽ പിന്നിട്ടാൽ 300 അടി ആ വിമാനം ഉയരത്തിലേക്ക് എത്തണമെന്നാണ് പറയുക. 2 മൈൽ ആകുമ്പോഴേക്കും അത് അതിൻ്റെ ഇരട്ടിയാകും. 600 അടി ഉയരത്തിലേക്ക് ഈ വിമാനം എത്തിയിരിക്കണം. പക്ഷേ ഇവിടെ ലിഫ്റ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഉയരം താണ്ടിയിരിക്കാനുള്ള സാധ്യത വളരെ കുറവെന്നാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ പ്രശ്നം ഈ പൈലറ്റ് അറിയുന്നത് ഒരു പക്ഷേ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കാം. പുറപ്പെടുന്നതിന് മുൻപ് ഈ പൈലറ്റിന് ടേക്ക് ഓഫ് വെയിറ്റ് ചാർട്ട് നൽകിയിരിക്കും. പക്ഷെ അതിൽ ഈ ഭാരത്തിൻ്റെ ഈ എത്രയാണ് ഭാരം കൂടുതൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് ടേക്ക് ഓഫിന് ശേഷം മാത്രമേ പൈലറ്റിന് അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇതിന് ഉണ്ടായിരിക്കാം എന്നാണ് വ്യോമയാന രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ എടുത്തു പറയുന്ന ഒരു സാധനം ഈ ഭാരത്തിൻ്റെ പ്രശ്നമാണ്. പൈലറ്റിന് ഭാരത്തിൻ്റെ പ്രശ്നം ടേക്ക് ഓഫിന് മുന്നേ തന്നെ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഭാരം ഓവർലോഡഡ് ആണെങ്കിൽ ഒരു പക്ഷേ ഒരു സാങ്കേതിക പ്രശ്നമൊക്കെ വരാമെന്നാണ് വ്യോമയാന രംഗത്തുള്ള വിദഗ്ധരൊക്കെ പറയുന്നത്. നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞു. ആ ഒരു മഹാദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ് നമ്മുടെ രാജ്യം.